ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചത്, അള്ളാഹു ആർക്കെങ്കിലും ഹിദായത്ത് നൽകാനും ഹൃദയ വിശാലതയും ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഉൾക്കൊള്ളാൻ, അത് തൃപ്തിയോടെ സ്വീകരിക്കാൻ പാകത്തിന് അയാളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ്. അവസാനമായി നമ്മൾ പറഞ്ഞത്, فإن الله جل ثناؤه وتقدست أسماؤه إذا أراد أن يكرم عبده بمعرفته ويجمع قلبه على محبته شرح صدره لقبول صفاته العلى وتلقيها من مشكاة الوحي. അങ്ങനെ വരുമ്പോൾ ഫൈദാ വറദ അലൈഹി ശൈഉം മിൻഹാ ഖാബലഹു ബിൽ ഖബൂൽ, ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ അള്ളാഹുവിൻ്റെ വല്ല വിശേഷണങ്ങളും വല്ല ഇസ്മുകളും ഒരാളുടെ അടുക്കലെത്തിക്കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസി എന്തു ചെയ്യും? പരിപൂർണമായി അതിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കും. വതലഖാഹു ബിർറിളാ വത്തസ്ലീം, പൂർണ്ണ സംതൃപ്തിയോടെ അതിനെ സ്വീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യും. വഅദ്അന ലഹു ബിൽ ഇൻഖിയാദ്, അതിൻ്റെ മുന്നിൽ കീഴൊതുങ്ങി നിഷേധിക്കാതെ അതിൻ്റെ വക്താവായി മാറുകയും ചെയ്യും. സൂറത്ത് അൻആമിലെ 125-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഹിദായത്ത് ഉദ്ദേശിച്ചാൽ ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഇലസ്സമാ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏത് വചനത്തോടും ഒരു വിശ്വാസിയുടെ യഥാർത്ഥ നിലപാട് അങ്ങനെയായിരിക്കണം. അൽ ഇൻഖിയാദു ലഹു വത്തസ്ലീം, അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെടാനും അതിന് അനുസരിച്ച് അതിനെ കീഴൊതുങ്ങി ജീവിക്കുവാനുമൊക്കെ സാധിക്കണം. അതേപോലെ വസ്തനാറ ബിഹി ഖൽബുഹു വത്തസഅ ലഹു സദ്റുഹു, അള്ളാഹുവിൻ്റെ വാക്കുകൾ കൊണ്ട് അയാളുടെ ഹൃദയം പ്രകാശപൂരിതമാകും. അയാളുടെ ഹൃദയത്തിന് വസ്തസഅ ലഹു സദ്റുഹു, അത് ഉൾക്കൊള്ളാൻ പാകത്തിന് ഹൃദയം പാകപ്പെടും, വിശാലമാകും. വംതലഅ ബിഹി സുറൂറൻ വമഹബ്ബ, അള്ളാഹുവിൻ്റെ ആ വചനം മുഖേന സന്തോഷം അയാളുടെ ഹൃദയത്തിൽ നിറയുകയും അള്ളാഹുവിനോടുള്ള സ്നേഹം അലതല്ലുകയും ചെയ്യും. വഅലിമ അന്നഹു തഅരീഫും മിൻ തഅരീഫാത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ നാമങ്ങളാകട്ടെ വിശേഷണങ്ങളാകട്ടെ അവയെല്ലാം അറിയാൻ സാധിക്കുമ്പോൾ അത് പടച്ചവനെ കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ് എന്നയാൾ മനസ്സിലാക്കും. തഅറഫ ബിഹി ഇലൈഹി അലാ ലിസാനി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയതാണ്. ഫഅൻസല തിൽക സിഫത മിൻ ഖൽബിഹി മൻസിലത്തൽ ഗിദാ, ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് മാ കാന ഇലൈഹി ഫാഖ, ദാരിദ്ര്യത്തിന്റെ ഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കിട്ടിയാൽ ഒരാൾക്കുണ്ടാകുന്ന കൊതിയും താല്പര്യം എത്രയാണോ, ഇതേപോലെ മനസ്സ് ദാഹിച്ച, മനസ്സ് ആഗ്രഹിച്ച, മനസ്സ് വിശന്ന, മനസ്സ് തേടിയ തൻ്റെ ഭക്ഷണവും പാനീയവുമാണ് എന്ന രീതിയിൽ അതിനെ ആർത്തിയോടെ അയാൾ സ്വീകരിക്കും. വമൻസിലത ശിഫാഇ അശദ്ദ മാ കാന ഇലൈഹി ഹാജ, താൻ തേടിക്കൊണ്ടിരുന്ന ശമന ഔഷധമാണ് ഇത് എന്ന് മനസ്സിലാക്കി അതിനെ അർഹിക്കുന്ന പരിഗണനയോടെ അയാൾ തൻ്റെ നെഞ്ചിലേറ്റു. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമമോ ഏതെങ്കിലും ഒരു വിശേഷണമോ അറിയാൻ സാധിച്ചാൽ. ഫഷ്തദ്ദ ബിഹാ ഫർഹുഹു, അങ്ങനെ അന്വേഷിച്ചു നടന്ന, രോഗം കൊണ്ട് എടങ്ങേറായി പ്രയാസപ്പെട്ട ഒരാൾ ആ രോഗത്തിന് ഒരു ശമന ഔഷധം കണ്ടെത്തിയാൽ കിട്ടുന്ന സന്തോഷം, ദാഹിച്ചു വലഞ്ഞ് ദാഹാർത്തനായി കഴിയുന്ന ഒരാൾക്ക് താൻ ആഗ്രഹിച്ച സ്വച്ഛമായ നല്ല തണുത്ത വെള്ളം ദാഹം തീർക്കാൻ കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷം, വിശന്ന് പൊരിയുന്ന ഒരു മനുഷ്യന് ഭക്ഷണം ആർത്തിയോടെ കാത്തിരിക്കുമ്പോൾ, അന്വേഷിച്ച് നടക്കുമ്പോൾ
അയാൾ പ്രതീക്ഷിച്ച ആ ഭക്ഷണം സുഭിക്ഷമായി അയാൾക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ആർത്തിയും സന്തോഷവും. ഇതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള നാമങ്ങളും വിശേഷണങ്ങളും അസ്മാകളും സിഫാത്തുകളും അയാൾക്ക് കൂടുതൽ കൂടുതൽ അറിയാൻ സാധിക്കുമ്പോൾ താൻ ഏതൊന്നാണോ അന്വേഷിച്ചത്, തൻ്റെ മനസ്സ് കൊതിച്ച, വെമ്പൽ കൊണ്ട അതാണ് എന്നറിഞ്ഞുകൊണ്ട് വളരെ ആഗ്രഹത്തോടെ അയാൾ അതിനെ സ്വീകരിക്കുകയും അയാളുടെ സന്തോഷം അലതല്ലുകയും വഅദുമ ബിഹാ ഗിനാഹു, അയാളുടെ ധന്യതയും ഐശ്വര്യവും അധികരിക്കുകയും ചെയ്യും. വഖവിയത് ബിഹാ മഅരിഫതുഹു, പടച്ച റബ്ബിനെ സംബന്ധിച്ചുള്ള അറിവ് അയാളിൽ ശക്തമാവുകയും ചെയ്യും. വത്മഅന്നത് ഇലൈഹാ നഫ്സുഹു, ആ നാമങ്ങളിലേക്ക് വിശേഷണങ്ങളിലേക്ക് അയാളുടെ മനസ്സ് ശാന്തമാവുകയും അതിലൊരു ആശ്വാസവും സമാധാനവും കണ്ടെത്തുകയും ചെയ്യും. വസക്കന ഇലൈഹാ ഖൽബുഹു ഫജാല മിനൽ മഅരിഫതി ഫീ മയാദീനിഹാ, അയാൾ അങ്ങനെ ആ വിജ്ഞാനത്തിൻ്റെ വിശാലതയിൽ വിഹായസിൽ ചുറ്റിത്തിരിയും, യഥേഷ്ടം വിഹരിക്കുന്നർത്ഥം. വഅസാമ ഐന ബസീറതിഹി ബൈന റിയാദിഹാ വബസാതീനിഹാ, അതിൻ്റെ തോട്ടങ്ങളിൽ, അതിൻ്റെ പൂങ്കാവനങ്ങളിൽ അയാളുടെ ഉൾക്കാഴ്ചയുടെ കണ്ണുകൾ വിഹരിക്കും. ലി തയഖുനിഹി ബിഅന്ന ശറഫൽ ഇൽമി താബിഉൻ ലിശറഫി മഅലൂമിഹി, കാരണം അയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ദൃഢമായ അറിവുണ്ട്. ബിഅന്ന ശറഫൽ ഇൽം, ഏതൊരു അറിവിൻ്റെയും മഹത്വം കുടികൊള്ളുന്നത് താബിഉൻ ലിശറഫി മഅലൂമിഹി, ആ വിജ്ഞാനത്തിൽ, ആ അറിവിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതിലെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന്. വലാ മഅലൂമ അഅളമു വഅജല്ലു മിമ്മൻ ഹാദിഹി സിഫാത്തുഹു, പടച്ചവനേക്കാൾ മഹത്വമുള്ള, പടച്ചവനേക്കാൾ ആദരണീയമായ ഒന്നും അറിയാനുള്ളതായിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് ഏറ്റവും മഹത്തരമായി അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും അയാൾ അതിൽ സന്തുഷ്ടനാണ്. വഹുവ ദുൽ അസ്മാഇൽ ഹുസ്ന വസ്സിഫാത്തിൽ ഉല, ആ പടച്ച റബ്ബ് ഏറ്റവും ഉത്തമമായ നാമങ്ങളും ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളും ഉള്ളവനാണ് എന്നുള്ളതുകൊണ്ട് ആ പടച്ചവനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുന്നിടത്തോളം അറിയാൻ അയാൾ കൊതിക്കുകയും അതിൽ അയാൾ സന്തോഷവും സമാധാനവും കണ്ടെത്തുകയും ചെയ്യും. വഅന്ന ശറഫഹു അയ്ളൻ ബിഹസബിൽ ഹാജത്തി ഇലൈഹി, ആ അറിവിൻ്റെ മഹത്വം ഓരോരുത്തരും അതിലേക്ക് എത്ര കണ്ട് ആർത്തിയും ആവശ്യവും ഉള്ളവരാണോ അതനുസരിച്ചായിരിക്കും. ഒരാൾക്ക് അള്ളാഹിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ ആ അറിവിൻ്റെ മഹത്വം അധികരിക്കും. എന്താണോ അറിയാൻ കൂടുതൽ ആഗ്രഹം അതിനനുസരിച്ചാണ് ഓരോ അറിവും ഓരോരുത്തർക്കും പ്രസക്തമാകുന്നത്. വലൈസത്ത് ഹാജത്തുൽ അർവാഹി ഖത്തു ഇലാ ഷൈഇൻ അഅളമ മിൻഹാ ഇലാ മഅരിഫതി ബാരിഇഹാ വഫാതിരിഹാ വമഹബ്ബതിഹി വദിക്രിഹി വലിബ്തിഹാജ് ബിഹി വതലബിൽ വസീലത്തി ഇലൈഹി വസുൽഫ ഇൻദഹു. ഒരു ആത്മാവിനും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലൈസത്ത് ഹാജത്തുൽ അർവാഹ്, ആത്മാക്കൾക്ക് ആവശ്യമില്ല, ഖത്തു തീരെ, ഇലാ ഷൈഇൻ ഒന്നിലേക്കും, അഅളമ മിൻഹാ ഇലാ മഅരിഫതി ബാരിഇഹാ, പടച്ച റബ്ബിനെ സംബന്ധിച്ച് അറിയുന്നതിനേക്കാൾ വലിയ ഒരാവശ്യവും ആഗ്രഹവും ഒരു ആത്മീയ പോഷണത്തിനും ഒരാത്മാവിനും ഇല്ല. ബാരിഉം ഫാത്തിറുമായിട്ടുള്ള സൃഷ്ടാവും അതേപോലെ തന്നെ അവനെ കോലപ്പെടുത്തുകയും ചെയ്തവനായ, അവനെ അറിയാനും അവനെ സ്നേഹിക്കാനും അവനെ ഓർക്കാനും അവനിൽ സന്തോഷം കണ്ടെത്താനും അവനിലേക്ക് വഴികൾ തേടാനും അവനിലേക്ക് അടുപ്പം സിദ്ധിക്കുവാനും ഒക്കെ സാധിക്കുന്നതിനേക്കാൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, അല്ലെങ്കിൽ അയാളുടെ ആത്മാവിന്, അയാളുടെ ആത്മാവ് കൊതിക്കുന്നത് ഇതിനേക്കാൾ വലിയൊന്നും അയാൾക്കില്ല. അപ്പൊ അതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണെന്ത്? അള്ളാഹു അറിയിച്ച വിശേഷണങ്ങളെയും നാമങ്ങളെയും ഉൾക്കൊള്ളുവാൻ പാകത്തിന് മനസ്സിനെ പാകപ്പെടുത്തുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ഏത് വചനത്തോടും ഏത് നിയമത്തോടും ഒരു വിശ്വാസിയുടെ
യഥാർത്ഥ നിലപാട്, ഒരു യഥാർത്ഥ അടിമയുടെ യഥാർത്ഥ സമീപനം അതായിരിക്കണം. എന്ത്? സമിഅനാ വ അത്വഅനാ. അള്ളാഹു എന്തു പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയിച്ചാലും അതിനെ സത്യപ്പെടുത്താനും അംഗീകരിക്കാനും അനുസരിക്കുവാനും ഞങ്ങൾ ഒരുക്കമാണെന്നത്. അതുകൊണ്ട് തന്നെ വലാ തഖുൽ ലിമ, എന്തുകൊണ്ടാണ് അങ്ങനെ, വകൈഫ, എങ്ങനെയായിരിക്കും ആ വിശേഷണം, വഹൽ യുംകിൻ, എങ്ങനെയൊക്കെ പറ്റുമോ, ഇങ്ങനെ സംശയലേശമന്യേ യാതൊരുവിധ സംശയവും സന്ദേഹവുമില്ലാതെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും അതിനെ സംശയത്തോടോ നിഷേധത്തോടോ കൂടി സമീപിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖാ സുലുസുൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും ഒന്നാം ആകാശത്തേക്ക് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ റബ്ബ് അർശിൽ ഇസ്തിവ ചെയ്തു, ആരോഹണം ചെയ്തു എന്ന് പറയുമ്പോൾ നുസൂലും ഇസ്തിവാവും അതേപോലെ അള്ളാഹുവിൻ്റെ മറ്റേത് വിശേഷണങ്ങളും അത് കേൾക്കുമ്പോൾ നിഷേധമോ എതിർപ്പോ അതിനെക്കുറിച്ചുള്ള സന്ദേഹമോ സംശയമോ ഒന്നുമല്ല ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്. മറിച്ച് സമിഅനാ വസദ്ദഖനാ, ഞങ്ങളത് കേട്ടു, ഞങ്ങളതിനെ സത്യപ്പെടുത്തി, അതാണ് നല്ല ലക്ഷണം. വറബ്ബുനാ ലൈസ കമിസ്ലിഹി ഷൈ, ഏത് വിശേഷണങ്ങൾ കേട്ടാലും അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും അഫ്ആലുകളെ പറ്റി മനസ്സിലാക്കിയാലും ഒരിക്കലും അത് വേറൊരു സൃഷ്ടിയെപ്പോലെ എന്ന് കോലപ്പെടുത്താതെ അള്ളാഹുവിനെ പോലെ യാതൊന്നും ഇല്ല എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിനുണ്ട് എന്നുള്ള പറഞ്ഞ വിശേഷണങ്ങളെ അതേ രൂപത്തിൽ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്തു ശൂറയിൽ പറഞ്ഞ ആ ആയത്തിന്റെ താല്പര്യം അതെല്ലാ അസ്മാകളുടെയും സിഫാത്തുകളുടെയും വിഷയത്തിലുള്ളതാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ ആരുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അള്ളാഹ് കാണും, നമ്മൾ കാണുന്നുണ്ട്, അള്ളാഹ് കേൾക്കും, നമ്മളും കേൾക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കേൾവിയും നമ്മുടെ കേൾവിയും ഒരിക്കലും ഒരുപോലെയല്ല. അള്ളാഹുവിൻ്റെ കാഴ്ചയും നമ്മുടെ കാഴ്ചയും ഒരുപോലെയല്ല. അപ്പൊ അതുകൊണ്ട് ഏത് സിഫത്തുകൾ കേൾക്കുമ്പോഴും അതെന്താ അങ്ങനെ, അത് ഇങ്ങനെയാകൂലേ എന്ന് സന്ദേഹവും സംശയവുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അവയുണ്ട് എന്ന് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു തിരിച്ചറിവ്, ഒരു വിവേകം, അത് നഷ്ടപ്പെട്ടതാണ് വാസ്തവത്തിൽ പല ആളുകളുടെയും അബദ്ധങ്ങൾക്കും അപജയങ്ങൾക്കും കാരണം. അവരെന്ത് ചെയ്തു? നസ്സുകളെക്കാൾ അഥവാ പ്രമാണങ്ങളെക്കാൾ അവരവരുടെ ഇത്തരം തോന്നലുകൾക്കും ചിന്തകൾക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകി. ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞതുപോലെ ഹക്കമു അഖൂലഹുമുൽ ഫാസിദ അൽ ഖരിബ ഹത്താ നഫൗ കസീറൻ മിൻ സിഫാത്തില്ലാഹി അസ്സ വജല്ല ബിഹാദിഹി ശുബ്ഹ. അള്ളാഹ്ക്ക് ഇങ്ങനെ സിഫത്തുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെ ശരിയാകാം? അപ്പൊ അതിന്റെ രൂപം എങ്ങനെയായിരിക്കും? അതങ്ങനെ ഉണ്ടാകുമോ? ഇത്തരത്തിലുള്ള സന്ദേഹങ്ങൾ, സംശയങ്ങൾ അവരുടെ പിഴച്ച അല്ലെങ്കിൽ നശിച്ച ബുദ്ധിയെ അവർ ഏറ്റവും വലിയ വിധികർത്താവായി കുറേ സിഫാത്തുകളെ അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കുറേ സിഫാത്തുകളെ ഈ ഒരു ശുബ്ഹത്തിന്റെ പേരിൽ അവർ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തു. അതിനാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ മുഅ്മിനിന്റെ സമീപനം ഈമാനും യഖീനും സലാമത്തും ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ പറയുകയാണ് വേണ്ടത്? ഹക്കദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വഹുവ മഅസൂമുൻ മിനൽ കദിബി അലല്ലാഹ്, നബി ഒരിക്കലും അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുകയില്ല. വഹുവ മഅസൂമുൻ മിൻ അൻ യഖൂല അലല്ലാഹി മാ ലാ യഅലം, അല്ലാഹുവിന്റെ പേരിൽ അറിയാത്തത് ഒരിക്കലും എൻ്റെ റസൂല് അള്ളാഹുവിനെ പറ്റി പറയുകയില്ല. വഹുവ യഅലമു മാ യഖൂൽ, നബി അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നന്നായി അറിഞ്ഞും ബോധ്യത്തോടും കൂടി തന്നെയാണ്. വഹുവ അൻസഹുൽ ഖൽഖി ലിൽ ഖൽഖ്, അങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ അതിനൊരു വിശദീകരണം കൂടി നൽകേണ്ടതുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുമായിരുന്നു. കാരണം
സൃഷ്ടികളുടെ കൂട്ടത്തിൽ സൃഷ്ടികളോട് ഏറ്റവും ഗുണകാംക്ഷിയായ, നസീഹത്തുള്ള, ഏറ്റവും നല്ല രീതിയിൽ ഫസാഹത്തുള്ള ബയാൻ ചെയ്യുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നിനെ സംശയത്തോടു കൂടി നോക്കുവാനോ അള്ളാഹു അറിയിച്ച ഏതെങ്കിലും വചനത്തെ നിഷേധിക്കുവാനോ സംശയിക്കുവാനോ ഒരുക്കമല്ല. അതിന് അള്ളാഹുവോ റസൂലോ കൊടുക്കാത്ത വ്യാഖ്യാനങ്ങൾ നൽകാനും ഒരുക്കമല്ല. അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളെയും അംഗീകരിക്കുവാൻ അയാൾക്ക് സാധിക്കും. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബത്തിനെ പറ്റി ഈ യഥാർത്ഥ വിശ്വാസികളുടെ നിലപാടെന്താണ്? അവരുടെ പ്രമാണങ്ങളോടുള്ള നിലപാട് എങ്ങനെയായിരുന്നോ അതനുസരിച്ച് ആ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ഇവരും സന്നദ്ധരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇത്തരം സിഫത്തുകളെ സംബന്ധിച്ച് അവർ കേട്ടപ്പോൾ, അള്ളാഹ് പറഞ്ഞതാണെങ്കിലും നബി പറഞ്ഞതാണെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ ആയത്തിലൂടെയോ ഹദീസിലൂടെയോ വന്നതാണെങ്കിലും, ലം യുഖാബിലു ഹാദാ ബിൽ ഇഅ്തിറാദ്, എന്താണങ്ങനെ, അതെങ്ങനെ ശരിയാകും, എങ്ങനെ നിഷേധത്തിന്റെയും എതിർപ്പിന്റെയും ഒരു നിലപാടായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അവർ ചോദിച്ചില്ല കൈഫ യൻസിൽ, എങ്ങനെയാണ് ഇപ്പൊ അള്ളാഹു ഇറങ്ങുക? ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാന സമയത്ത് ഇറങ്ങുമ്പോൾ അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സമയങ്ങളിലല്ലേ? അപ്പോ ഏഴാം ആകാശത്ത് അർശിൽ ഇസ്തിവ നടത്തിയ പടച്ചവൻ എങ്ങനെയാണ് ഇറങ്ങി വരിക? ഇങ്ങനെ ഒരു യുക്തിവാദത്തിന്റെ ചോദ്യം അവർ ചോദിച്ചില്ല. എന്തുകൊണ്ടാണ്? അത് വാസ്തവത്തിൽ മനുഷ്യന്മാരുടെ ചോദ്യം പ്രാപഞ്ചിക ലോകത്തെ, പദാർത്ഥ ലോകത്തെ സംബന്ധിച്ചുള്ള അവരുടെ പരിമിതമായ അറിവും ബുദ്ധിയും വെച്ചിട്ടാണ്. എന്നാൽ പദാർത്ഥങ്ങൾക്കും ഈ ലോകത്തിനും അപ്പുറത്തുള്ള മനുഷ്യരെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച പടച്ചവനെ സംബന്ധിച്ച് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിയും അറിവുമുണ്ട് എന്ന് ധരിച്ച ആളുകളുടെ വിവരക്കേടാണ് വാസ്തവത്തിൽ അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫകുല്ലു മാ സ്വഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദൂഹു ബിത്തസ്ലീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന എല്ലാം, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാ കാര്യവും അവർ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. വകുല്ലു മാ ഖാലഹു അല്ലാഹു അൻ നഫ്സിഹി ഫിൽ കിതാബി അഖദൂഹു ബിത്തസ്ലീം, അള്ളാഹു അവനെ പറ്റി അവന്റെ കിതാബിൽ പറഞ്ഞ എല്ലാം അവർ പൂർണ്ണ മനസ്സോട് സ്വീകരിച്ചു. അതുകൊണ്ട് ഫഇയ്യാക വൽ ഇറാദാത്ത്, അതിന് എതിൽ വരുന്ന ഓരോ സംശയങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയും നീ സൂക്ഷിക്കണം. റബ്ബിനെ കുറിച്ച് ഏതൊരു സിഫത്ത് കേട്ടാലും അത് പോസിറ്റീവായി എടുക്കുവാൻ സാധിക്കണം. അതിൻ്റെ ആശയം ഗ്രഹിച്ച് അർത്ഥം ഉൾക്കൊണ്ട് അതിനെ അംഗീകരിച്ച് അതിൻ്റെ താല്പര്യവും തേട്ടവും അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മാ മൻ അഹ്സാഹ ദഖലൽ ജന്ന, 99 പേരുകൾ അല്ലാഹുണ്ടെന്ന് പറഞ്ഞില്ലേ. അതിനെ ഇഹ്സാഉഹ ലഫ്ളൻ, പദങ്ങളിലൂടെ അത് ഏതൊക്കെയാണ് എന്ന് ക്ലിപ്തപ്പെടുത്താൻ അറിയാൻ സാധിക്കണം. അതിൻ്റെ മഅന ഇഹ്സാ ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ അതിനെ അമലിലൂടെ, കർമ്മത്തിലൂടെ ഇഹ്സാ ചെയ്യാൻ സാധിക്കണം. വതഅബ്ബുദൻ ലില്ലാഹി ബിഹ, അതിലൂടെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, അഥവാ അതിൻ്റെ താല്പര്യമനുസരിച്ച് അള്ളാഹുവിന് ഇബാദത്തുകൾ സമർപ്പിക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന് പടച്ചറബ്ബ് സമീ ആണെന്നറിയുമ്പോൾ തഖറബ ഇലല്ലാഹി ബികുല്ലി ഖൗലിൻ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ വാക്കുകളിലൂടെയും ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കും, അള്ളാഹുവിന് ഇബാദത്തുകൾ സമർപ്പിക്കും. ലിഅന്നല്ലാഹ യസ്മഉ സവാഉൻ ജഹറൻ ഔ സിർറ, രഹസ്യമായതും പരസ്യമായതും അള്ളാഹ് അറിയും, അള്ളാഹ് കേൾക്കും എന്നറിയുന്നവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളിലൂടെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കും. അള്ളാഹു ബസീറാണ് എന്നറിയുമ്പോൾ ഒരു വിശ്വാസിയുടെ എല്ലാ ചലനങ്ങളും എല്ലാ അടക്കവും ഒതുക്കവും പടച്ചവന്റെ ഈ സിഫാത്തിനോട് ചേർത്തിട്ടായിരിക്കും. അഥവാ അള്ളാഹ് കാണുന്നുണ്ട്, ഞാൻ ഇരിക്കുന്ന, ഞാൻ ചലിക്കുന്ന എൻ്റെ നടത്തവും ഇരുത്തവും അനക്കവും എല്ലാം അള്ളാഹു കാണും. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അയാൾ ചലിക്കും. അള്ളാഹു ഗഫൂറാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തഅറള ലി മഗ്ഫറത്തിഹി, അള്ളാഹുവിൻ്റെ മഗ്ഫറത്തിന് വേണ്ടി അയാൾ വിധേയമാകും, അയാൾ ശ്രമിക്കും. വലം യത്തകിൽ അലൽ അമാനി അൽ ബാത്തില, അള്ളാഹ് പൊറുക്കുന്നവനാണെങ്കിൽ പൊറുക്കട്ടെ,
എന്ന് വിചാരിച്ചിരിക്കല്ല, മറിച്ച് അള്ള പൊറുക്കുന്നവനാണ്. പൊറുക്കുവാൻ വേണ്ടി അയാൾ ചോദിക്കും, തേടും, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. അപ്രകാരം മുകഫിറാത്തു ദുനൂബ്, പാപങ്ങൾ പൊറുക്കുവാനുള്ള കാര്യങ്ങളെ അയാൾ അന്വേഷിക്കുകയും അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കും. മഗ്ഫിറത്ത് നേടാനുള്ള മാർഗങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊക്കെ അയാൾ ചെയ്യും. അതേപോലെ തന്നെ പടച്ച റബ്ബ് അൽ ഹയ്യു അൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്, എല്ലാം അവനെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയുന്ന ഒരു അടിമ, അല്ലദീ തഖൂമു ബിഹിൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളെല്ലാം ആ പടച്ചവനെ കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നറിയുമ്പോൾ ഫഇന്നഹു യൽജഉ ഇലൈഹി, അള്ളാഹുവിലേക്കായിരിക്കും ആ യഥാർത്ഥ വിശ്വാസി അഭയം തേടുക, അള്ളാഹുവിനെ ആയിരിക്കും ആശ്രയിക്കുക. ഫലൻ യൽജഅ ഇല്ലാ ഇലൈഹി, ആ പടച്ചറബിലേക്കല്ലാതെ ഒരാളിലേക്കും അവൻ അഭയം തേടുകയോ ആശ്രയമായി കണ്ടെത്തുകയോ ചെയ്യുകയില്ല. അള്ളാഹു സ്വമതാണ് എന്നറിയുമ്പോൾ, അഥവാ എല്ലാവരും ആശ്രയിക്കുന്നവനും ആരെയും ആശ്രയം ആവശ്യമില്ലാത്തവനുമാണെൻ്റെ റബ്ബ് എന്ന് പടച്ചവനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു അടിമ അവനിലേക്ക് ആശ്രയം തേടുകയും അവലംബിക്കുകയും ചെയ്യും. ഹദീസിൽ വന്നതുപോലെ അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അയാളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? അയാളുടെ മനസ്സിന്റെ തേട്ടവും വിചാരവും എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും? എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിനെയും പോറ്റി വളർത്തുന്ന നിയന്ത്രിക്കുന്ന പരമകാരുണ്യകനായ അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി നേരെയാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണ് ഇമവെട്ടുന്ന നിസാര സമയത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അള്ളാഹുവിലേക്ക് തിരിയും. ഇങ്ങനെ ഓരോ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ ഓരോ അസ്മാകളും അറിയുമ്പോൾ ഒരു വിശ്വാസി അതിനനുസരിച്ച് ആ വിശേഷണത്തെ ഉൾക്കൊള്ളുകയും അതിൻ്റെ ആശയം ഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകളുമായി മുന്നേറുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ ഈ വിജ്ഞാനത്തിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും അതിലൂടെയുള്ള നേട്ടങ്ങളുമൊക്കെയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സൂചിപ്പിച്ചത്. പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ തൗഫീഖാണ്. അള്ളാഹ് പറഞ്ഞു തരുന്ന ഏത് കാര്യവും വിശിഷ്യ അവനെ സംബന്ധിച്ചുള്ള നാമങ്ങളും വിശേഷണങ്ങളും വിശദീകരണങ്ങളുമൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, ഈമാനികമായ കരുത്തും പാകതയും കിട്ടുക എന്നത് അള്ളാഹു ആ രൂപത്തിൽ അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂട്ടത്തിൽ, വിജയികളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.